ഇത് ബെർലിന്റെ കഥയാണ്. മണി ഹീസ്റ്റിലെ പ്രൊഫസറുടെ സഹോദരന്റെ. ഈ കഥ നടക്കുന്നത് ആ ഹീസ്റ്റ് നടക്കുന്നതിന് വളരെ കാലം മുന്നെയാണ്. ബെർലിൻ ഒരു ട്രോളി ബാഗുമായി ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വരികയാണ്. ഇതാണ് ബെർലിന്റെ മൂന്നാമത്തെ ഭാര്യ. അവരും ബെർലിനുമായി പിരിഞ്ഞ് പോവുകയാണ്. അതുമോർത്ത് വിഷമിച്ചു നിൽക്കുമ്പോൾ ഒരു കാറ് വന്ന് ബെർലിന്റെ മുന്നിൽ നിൽക്കും. ആ കാറിൽ ബെർലിന്റെ സിമ്പന്തികൾ ഇവർ മറ്റൊരു കൊള്ളയ്ക്കായി പോവുകയാണ്. 10 മില്യൺ യൂറോ അടിച്ചു മാറ്റാനുള്ള ഒരു പ്ലാനുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ പ്ലാൻ നടത്തുന്നതിന് വേണ്ടിയായിട്ടുള്ള ഒരു കുഞ്ഞു കൊള്ള. ബെർലിന്റെ ഗ്യാങ്ങിൽ അയാളെ കൂടാതെ 4 പേർ. ഇതാണ് കെയ്ല. ഇവൾ ഇലക്ട്രോണിക്സിൽ പുലിയാണ്. ഇവളുടെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ എപ്പോഴും പാനിക്കാവും. അടുത്തത് റോയ്. ഇവനാണ് ഇവരുടെ കൂട്ടത്തിലെ മസിൽമാൻ. ഒരു സിറ്റുവേഷൻ ഇന്റലിജന്റ് ആയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവന് നന്നായി അറിയാം. ഇത് ഡാമിയൻ. ആള് പ്രൊഫഷണലി ഒരു പ്രൊഫസറാണ്. അല്ലാത്ത സമയത്ത് ബെർലിനൊപ്പം കൊള്ളാം. പക്ഷെ പുള്ളി ഒരു ആബ്സെന്റ് മൈൻഡഡ് ആണ്. ഇത് ബ്രൂസ്. പുള്ളിക്ക് അറിഞ്ഞൂടാത്തതായിട്ട് ഒന്നുമില്ല. കണ്ടാൽ ഒരു പാവത്താനായിട്ടും മണ്ടനുമായിട്ടും തോന്നുമെങ്കിലും ഇവന് മെഷീനറി ഐറ്റംസ് റൺ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ്. ബെർലിൻ ആ 4 പേരെയും കൂട്ടി ഒരു വിരുന്ന് സൽക്കാരത്തിലേക്ക് കടന്നു ചെല്ലും. പോലീസിന്റെ വേഷത്തിലാണ് ഇവർ കടന്നു വന്നിരിക്കുന്നത്. കയറി വന്ന ഉടൻ തന്നെ ആ സൽക്കാരം നടത്തുന്ന ആന്റണിയുടെ പേരിൽ ഒരു വാറന്റ് ഉണ്ടെന്ന് ബെർലിൻ പറയും. ആ നാട്ടിലെ തരക്കേടില്ലാത്ത ബിഗ് ഷോട്ട്സുകൾ പങ്കെടുക്കുന്ന ഒരു വിരുന്നായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആന്റണിയും ബെർലിനും മാറി നിന്ന് സംസാരിക്കും. ആന്റണി ചോദിച്ചു, വാറന്റിനായിട്ട് എന്റെ പേരിൽ എന്ത് ചാർജാണ് ഉള്ളത്? ബെർലിൻ പറഞ്ഞു, നിങ്ങൾ ആന്റിക് ഐറ്റംസ് ഇല്ലീഗലായിട്ട് കയറ്റുമതി ചെയ്യുന്നു എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു. നിലവിൽ നിങ്ങളുടെ മേലിൽ ചാർത്തിയിരിക്കുന്ന ചാർജസ് കാരണം 9 വർഷം നിങ്ങൾക്ക് തടവ് ശിക്ഷ ലഭിക്കും. ബെർലിൻ ആന്റണിയെ വിളിച്ച് ആന്റിക് ഐറ്റംസ് വെച്ചിരിക്കുന്ന ലോക്കറിന് മുന്നേ എത്തി. അതിനകത്ത് ഒട്ടനവധി ഐറ്റംസ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ലോക്കർ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ചാലിസ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ചാലിസ് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധമായ പാത്രമാണ്. ബെർലിൻ ആ ചാലിസ് കയ്യിൽ മേടിച്ചിട്ട് പറഞ്ഞു, ആക്ച്വലി ഞങ്ങൾ പോലീസുകാരല്ല, നിങ്ങൾ ഈ കപ്പ് മറന്നേക്കൂ. ഇതിനെപ്പറ്റി നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ബാക്കി ഐറ്റംസിനെ കുറിച്ച് ഞങ്ങൾക്കും പറയേണ്ടി വരും. അതേസമയം താഴെ വിരുന്ന് മേശയിൽ കെയിലിന്റെ പരിഭ്രമം കണ്ടിട്ട് അതിലൊരുത്തൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് പോലീസുകാരായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ വേറെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ കെയിലിനോട് ബാഡ്ജും ID കാർഡ് നമ്പരും ഒക്കെ ചോദിക്കും. അപ്പോഴേക്കും ബെർലിൻ ആന്റണിയുമായി അങ്ങോട്ട് കടന്നു വരും. അവൻ ബെർലിനോട് പറഞ്ഞു, നിങ്ങൾ ആരും പോലീസുകാരല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് ഇവിടുത്തെ ഇൻസ്പെക്ടർ മോറിനെ നല്ലോണം അറിയാം. ഇൻസ്പെക്ടറെ ഞാൻ ഉടൻ തന്നെ വിളിച്ചു വരുത്തും. ഇത് കേട്ടുടനെ ബെർലിൻ ഒരു കുലുക്കവും ഇല്ലാതെ പറഞ്ഞു, നിങ്ങൾ ഫോൺ എടുത്ത് ലൗഡ് സ്പീക്കറിലിട്ട് അയാളെ വിളിക്കൂ. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരുമിച്ച് സംസാരിക്കാം. അവൻ ഡയൽ ചെയ്ത് ടേബിളിന്റെ മേളിൽ വെക്കും. ബെർലിൻ അവിടെ ഇരുന്ന് ഒരു തവിയെടുത്ത് ആ ഫോൺ അങ്ങ് അടിച്ചു പൊട്ടിക്കും. എന്നിട്ട് തോക്കെടുത്ത് അവനെ വിരട്ടും. ആ മനുഷ്യൻ പേടിച്ച് വിറച്ച് സോറി പറയും. ബെർലിൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ID അവരുടെ കയ്യിൽ കൊടുക്കൂ. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ വന്ന് കാണണ്ടേ. അവർ ID എല്ലാം കളക്ട് ചെയ്ത് ആ ചാലിസുമായിട്ട് അവിടെ നിന്ന് മടങ്ങും. അടുത്ത ദിവസം രാവിലെ ഡാമിയൻ, കെയ്ല, റോയ്, ബ്രൂസ് ഇവർ 4 പേരും ഈഫിൽ ടവറിന് അടുത്തുള്ള ഒരു സ്ട്രീറ്റിലേക്ക് കടന്നു വരികയാണ്. അവർ നേരെ ചെല്ലുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. നമ്മുടെ നായകൻ ബെർലിൻ അവിടെയുണ്ട്. ബെർലിൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അവരുടെ ഗ്യാങ്ങിലെ പുതിയ മെമ്പറെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ മീറ്റിംഗ്. ഇതാണ് പുതിയ മെമ്പർ കാമറോൺ. ഇവൾ ഒരു കിടിലം റൈഡറാണ്. ബെർലിൻ പറഞ്ഞു തുടങ്ങി, ഇനിയാണ് നമ്മൾ മെയിൻ ഹീസ്റ്റ് നടത്താൻ പോകുന്നത്. ഇത് 4-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ചാലിസാണ്. ഇപ്പോൾ ഇതിന് ഏകദേശം 4000 യൂറോ ആണ് മതിപ്പ് വില. പക്ഷേ നമ്മൾ ഇതിനെ 44,000 മില്യൺ യൂറോ ആക്കി മാറ്റാൻ പോവുകയാണ്. ഉടൻ തന്നെ ഡാമിയൻ ഒരു ചുറ്റിക എടുത്ത് ആ ചാലിസ് അടിച്ചു ചപ്പിക്കും. എന്നിട്ട് ആ ചാലിസിനെ എടുത്ത് അമോണിയം ക്ലോറൈഡിൽ മുക്കി അതിന്റെ പഴക്കം കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഈ ചാലിസാണ് 44,000 മില്യൺ യൂറോ വിലമതിക്കുന്ന ആഭരണങ്ങൾ കൊള്ളയടിക്കാനുള്ള താക്കോൽ. ഒന്നും മനസ്സിലാകാതെ ഇരുന്ന ടീം മെമ്പേഴ്സിനോട് ബെർലിൻ പറഞ്ഞു തുടങ്ങി, യൂറോപ്പിലെ 34 രാജകുടുംബങ്ങളിലെ വിലമതിക്കാനാകാത്ത ആഭരണങ്ങൾ ഇവിടത്തെ ഒരു ലോക്കറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ ആഭരണങ്ങളാണ് നമ്മൾ ഈ ചാലിസ് ഉപയോഗിച്ച് കൊള്ളയടിക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് കൂടെയുള്ളവർക്ക് എന്താണ് കൊള്ളയടിക്കുന്നതെന്ന് ഒരു രൂപം കിട്ടിയത്. അടുത്ത ദിവസം അവർ പുരാവസ്തു ഗവേഷകരുടെ വേഷത്തിൽ അടുത്തുള്ള ചർച്ചിലേക്ക് ചെല്ലും. ഇതാണ് ആ ചർച്ചിലെ ഫാദർ.
ഫാദർ. ബെർലിൻ ആ ഫാദറോട് പറഞ്ഞു, എന്റെ പേര് പ്രൊഫസർ സന്താന. ഇവർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന മറ്റു ഉദ്യോഗസ്ഥരാണ്. ഫാദർ പറഞ്ഞു, ഞാൻ ഇന്റർനെറ്റിൽ നിങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് നമ്മുടെ കെയ്ലയുടെ പണിയാണ്. അവളാണ് ഇവരെല്ലാവരും പുരാവസ്തു ഗവേഷകരാണെന്നും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ ഫേക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത്. ഇതെല്ലാം കണ്ടും വായിച്ചും മനസ്സിലാക്കിയ ഫാദർ കരുതിയത് ഇവരെല്ലാവരും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒറിജിനൽ ഉദ്യോഗസ്ഥരാണെന്നാണ്. ഫാദർ അവരെ എല്ലാവരെയും വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ കുറച്ചധികം ആൾക്കാർ പലതരത്തിലുള്ള ജോലി ചെയ്ത് നിൽപ്പുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ ഒരു ടെറർ ലുക്കാണ്. ഉടനെ ഫാദർ പറഞ്ഞു, ഇവർ പല കുറ്റങ്ങൾ ചെയ്ത് ജയിലിലായിരുന്നു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സമൂഹം ഇവരെ അംഗീകരിക്കുന്നില്ല. ഭക്ഷണത്തിന് പോലും വകയില്ല. അങ്ങനെ എന്റെ ഒപ്പം കൂടി. ഇപ്പോൾ ഈ ചർച്ചിലെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്ത് എനിക്കൊപ്പം ജീവിക്കുന്നു. ബെർലിൻ ഫാദറോട് പറഞ്ഞു, ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നുവെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ ചർച്ചിന് അടിയിലുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഞങ്ങൾക്ക് കിട്ടിയത്. ബെർലിനും സിമ്പന്തികളും അതിനെക്കുറിച്ചിട്ടുള്ള കുറെ ഫേക്ക് ഡോക്യുമെന്റ്സ് കാണിക്കും. ഫാദറിന് ഒന്നും മനസ്സിലാവില്ല. ഫാദർ ആശ്ചര്യപ്പെട്ട് നിൽക്കും. കാരണം തന്റെ ചർച്ച് ഇരുന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ മറ്റൊരു ചർച്ച് ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഭാഗത്തെ ഏറ്റവും പഴക്കമേറിയ ചർച്ച് തന്റെ മേൽനോട്ടത്തിലുള്ള ഈ ചർച്ച് ആയിരിക്കും. ഫാദർ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അവശിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ തെളിവ് നമുക്ക് കിട്ടുമല്ലോ. ഫാദർ അവരെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉള്ളിലെത്തിയ ഉടൻ തന്നെ അവർ സ്കാനർ ഓണാക്കി സ്കാൻ ചെയ്യാൻ തുടങ്ങും. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ എന്തോ ഒന്ന് ആ സ്കാനർ ഡിറ്റക്ട് ചെയ്തു. ഉടൻ തന്നെ കെയ്ല സ്ക്രീനിൽ നോക്കിയിട്ട് പറഞ്ഞു, അടിയിൽ എന്തോ ഉള്ളതായിട്ടാണ് സ്കാനർ കാണിക്കുന്നത്. 5 മീറ്റർ കീഴെയാണ് അത് കാണിക്കുന്നത്. ഡാമിയൻ പറഞ്ഞു, ഒരു ഫൗണ്ടേഷൻ കണ്ടു എന്ന് കരുതി, അല്ലെങ്കിൽ അതിന്റെ കല്ല് കണ്ടു എന്ന് കരുതിയിട്ട് നമുക്ക് അത് പഴയ ചർച്ചിന്റേതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കുഴിച്ചു നോക്കി വേറെന്തെങ്കിലും തെളിവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. അവിടെ വെച്ച് സീൻ കട്ടാവും. വീണ്ടും ഹോട്ടലിലെ മീറ്റിംഗ് റൂം. കാമറോൺ ചോദിച്ചു, എന്തിനാണ് നമ്മൾ പുരാവസ്തു ഗവേഷകരുടെ വേഷത്തിൽ ആ ചർച്ചിലോട്ട് പോകുന്നത്? ബെർലിൻ പറഞ്ഞു, കാരണം അവിടെയാണ് ഭൂഗർഭ കല്ലറകളുള്ളത്. അതുകൊണ്ട് തന്നെ പാരീസിന്റെ ഏത് ഭാഗത്തോട്ട് വേണോ പോകാനായിട്ട് ഭൂഗർഭ പാതകളും അവിടെയുണ്ട്. ആ പാതയിലൂടെ 150 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാരീസിന്റെ ഓപ്ഷൻ ഹൗസിലെത്തും. ആ ഓപ്ഷൻ ഹൗസിലെ ലോക്കറിലാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ആഭരണങ്ങൾ ഉള്ളത്. പക്ഷേ നിലവിൽ എല്ലാ ആഭരണങ്ങളും എല്ലാ സിറ്റിയിൽ നിന്നും അവിടെ എത്തിയിട്ടില്ല. അവസാനത്തെ ആഭരണം എന്നാണ് എത്തുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഓപ്ഷൻ ഹൗസിലെ എല്ലാ ആഭരണങ്ങളും കൊള്ളയടിക്കാൻ പറ്റൂ. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഹോട്ടൽ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബെർലിൻ ഇത്രയും പറഞ്ഞിട്ട് വിൻഡോയുടെ കർട്ടൻ മാറ്റി ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ ബിൽഡിംഗിലാണ് ഓപ്ഷൻ ഹൗസിന്റെ ഡയറക്ടർ മോൺസി താമസിക്കുന്നത്. അയാൾക്ക് മാത്രമേ ആഭരണങ്ങൾ എന്നൊക്കെയാണ് എത്തുന്നതെന്നും അവസാനത്തെ ആഭരണം എന്നാണ് എത്തുന്നതെന്നും അറിയാൻ കഴിയൂ. ഇനി അങ്ങോട്ടുള്ള ദിവസം നമ്മൾ മോൺസിയുടെ നീക്കങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ദിവസം ഹോട്ടലിൽ എല്ലാവരും നല്ലോണം ഡ്രസ് ചെയ്ത് നിൽക്കുന്നു. ബെർലിൻ മോൺസി പുറത്തു പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നു. കാമറോണ് റോയിയോട് ചെറിയൊരു ഇഷ്ടം തോന്നും. അത് ബെർലിന്റെ ശ്രദ്ധയിൽപ്പെടും. ബെർലിൻ റോയിയോട് ചെന്ന് പറഞ്ഞു, നമ്മൾ പ്രൊഫഷണൽസ് ആണ്, അതിനാൽ ഈ വർക്കിനിടയ്ക്ക് മറ്റു ഒരു തരത്തിലുള്ള റിലേഷനും പാടില്ല. ബെർലിൻ എന്ന് പറഞ്ഞാൽ റോയിക്ക് ജീവനാണ്. ബെർലിൻ എന്ത് പറഞ്ഞാലും റോയി കേൾക്കും, മറിച്ച് ചിന്തിക്കാറില്ല. ബെർലിൻ പറഞ്ഞു, അവൾ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴാണ് വന്നത്. നീ ഇനി അവളെ സഹോദരിയായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഇട്ട് നിന്നാൽ മതി. ബെർലിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് റോയി അത് സമ്മതിക്കും. കുറച്ചു സമയത്തിനുള്ളിൽ ഓപ്ഷൻ ഹൗസ് ഡയറക്ടറും വൈഫും ഒരു കാറിൽ കയറി പുറത്തു പോകും. അവർ എവിടെയൊക്കെയാണ് പോകുന്നത് എന്നറിയാനായിട്ട് ബ്രൂസിനെ ചുമതലപ്പെടുത്തും. ആ പരിസരത്ത് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ റോയും കാമറോണും ആ ബിൽഡിങ്ങിന്റെ എൻട്രൻസിലോട്ട് ചെല്ലും. ഡാമിയൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ പാർട്ടിക്കായി ചെല്ലുന്നത് പോലെ ചെല്ലുക. റോയും കാമറോണും ഹഗ് ചെയ്യുന്നത് പോലെ നിന്നു. റോയ് ആ ഡോർ ഓപ്പൺ ചെയ്തു. ഉടൻ തന്നെ കെയ്ല അങ്ങോട്ടേക്ക് ഒരു കേക്കുമായി എത്തി. റോയ് സ്റ്റെയർ വഴിയും കെയ്ലയും കാമറോണും ലിഫ്റ്റ് വഴിയും മുകളിലെത്തിയ ഉടനെ റോയ് പറഞ്ഞു, ഈ ഡോറിൽ ടോട്ടൽ 3 ലോക്കുണ്ട്. കെയ്ല സെക്യൂരിറ്റി അലാറം വെച്ചിരിക്കുന്ന പൊസിഷൻ സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് കാമറോനോട് അവിടെ ഡ്രില്ല് ചെയ്യാൻ പറയും. എന്നിട്ട് ഒരു ഹാക്കിംഗ് ഡിവൈസ് ഉപയോഗിച്ച് അതിന്റെ പാസ്വേഡ് കണ്ടെത്തും. കാമറോൺ ആ ഡ്രില്ല് ചെയ്ത ഹോള് സോൾവെന്റ് ഉപയോഗിച്ച് അടയ്ക്കും. ഡാമിയൻ അവർക്ക് കോള് കൊടുക്കും. ഒരുത്തൻ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ആ കയറിയ ആൾ ലിഫ്റ്റ് വഴി മുകളിലെത്തുന്നതിന് മുന്നേ തന്നെ റോയ് 3 ലോക്കും ഓപ്പൺ ചെയ്ത് അവർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറും. അപ്പാർട്ട്മെന്റിലേക്ക് കയറിയ ഉടൻ തന്നെ കെയ്ല ആ സെക്യൂരിറ്റി അലാറം ഓഫ് ചെയ്തു. കെയ്ലയുടെ കയ്യിലിരുന്നത് കേക്കല്ലായിരുന്നു. ആ ബോക്സിനകത്ത് നിറച്ചും പലതരത്തിലുള്ള ക്യാമറകളായിരുന്നു. അവർ ആ ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ പിന്നിൽ ഒരു ബോൾ വന്ന് വീഴും. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടി. കാമറോൺ ആ ബോൾ എടുത്ത് ദൂരേക്കെറിയും. ആ പട്ടിക്കുട്ടൻ അതിന്റെ പിന്നാലെ അങ്ങ് പോകും. അവർ
പലയിടത്തായിട്ട് ക്യാമറകൾ പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് തുടങ്ങും. വാഷ് ബേസിന്റെ മിററിൽ, ഫാൻസി ലൈറ്റിന്റെ ബൾബിൽ, ഗ്രാമഫോണിനുള്ളിൽ, എന്തിനധികം പറയുന്നു, ചെടിക്ക് സപ്പോർട്ട് വെച്ചിരിക്കുന്ന ആ കമ്പിൽ വരെയും ക്യാമറ വെച്ചു. ഡാമിയൻ പറഞ്ഞു, എല്ലാ ക്യാമറയും ആക്റ്റീവ് ആയിട്ടുണ്ട്, എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരാം. അവർ അവിടെ നിന്നും പുറത്തു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ആരോ ഡോറ് ഓപ്പൺ ചെയ്തു. എല്ലാവരും പല ഭാഗത്തായിട്ട് ഒളിച്ചു. അവൻ ഡോർ തുറന്ന് അകത്ത് കയറി. ഇവൻ നമ്മുടെ പട്ടിക്കുട്ടനെ നടത്തിക്കാനും മറ്റുമായി വരുന്ന പയ്യനാണ്. ക്യാമറോണും റോയിയും നേരെ ഒരു കട്ടിന്റെ അടിക്കാണ് കയറി ഒളിച്ചത്. പട്ടിക്കുട്ടൻ എപ്പോഴും ബോളിന്റെ പിന്നാലെയാണല്ലോ. ആ ബോൾ ഉരുണ്ട് നേരെ റോയും ക്യാമറോണും ഒളിച്ചിരുന്ന ആ കട്ടിന്റെ അടിക്കോട്ട് വരും. ആ ബോള് വന്നതിന്റെ പിന്നാലെ തന്നെ പട്ടിക്കുട്ടനും വരും. റോയി ആ ബോൾ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ആ ബോൾ ചെന്ന് വീഴുന്നത് പട്ടിക്കുട്ടനെ നോക്കാൻ വന്ന ആ പയ്യന്റെ അടുത്തേക്കാണ്. ആ പയ്യൻ ഫ്രണ്ടിലത്തെ വാർഡ്രോബ് തുറന്ന് ലീഷും എടുത്ത് പട്ടിക്കുട്ടനെയും കൊണ്ട് പുറത്തുപോയി. ആ വാർഡ്രോബിലാണ് കെയില ഒളിച്ചിരുന്നത്. ഭാഗ്യത്തിന് അവൻ കണ്ടില്ല. ആ പയ്യൻ പുറത്തിറങ്ങിയതിനു ശേഷം അവർ എല്ലാവരും സേഫ് ആയിട്ട് പുറത്തു വരും. അന്നേ ദിവസം വൈകിട്ട് റോയ് ക്യാമറയുടെ റൂമിലെ ഡോർ ചെന്ന് നോക്കി. അവൾ പുറത്തു വന്നതും റോയ് അവളോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ പ്രൊഫഷണൽ റിലേഷനിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. ബെർലിൻ ഇന്ന് രാവിലെ നിന്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ക്യാമറോൺ ചോദിച്ചു, നീ ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്നതും ബെർലിൻ പറഞ്ഞിട്ടാണോ? അതെ, ബെർലിൻ എന്റെ ഫ്രണ്ട് മാത്രമല്ല, എന്റെ ഗോഡ് ഫാദറുമാണ്. ഈ സ്പെക്സ് തന്നെയും ബെർലിൻ തന്നതാണ്. ക്യാമറോൺ പറഞ്ഞു, സത്യത്തിൽ സ്പെക്സ് ഇല്ലാതിരിക്കുമ്പോഴാണ് നിന്നെ കാണാൻ ഒരുപാട് ഭംഗി. അവൻ ചിരിച്ചുകൊണ്ട് തിരിച്ച് ലിഫ്റ്റിലേക്ക്. ലിഫ്റ്റ് ക്ലോസ് ആയ ഉടൻ തന്നെ അവൻ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ആ സ്പെക്സ് ഒടിച്ചു കളയും. അതേസമയം സർവേലൻസ് റൂമിൽ ഡാമിയൻ ക്യാമറയെല്ലാം നിരീക്ഷിച്ച് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ബെർലിൻ അങ്ങോട്ടേക്ക് കയറി വരും. ബെർലിൻ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നിട്ട് ഡാമിയനോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. എന്റെ മൂന്നാമത്തെ വൈഫും എന്നെ ഇട്ടേച്ചു പോയി. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആരുമില്ല. ഡാമിയൻ ബെർലിനെ സമാധാനിപ്പിക്കും. ബെർലിൻ പറഞ്ഞു, നീ ഇനി കുറച്ചു നേരം പോയി കിടന്നോളൂ, ഞാൻ നോക്കിക്കോളാം. ഡാമിയൻ അങ്ങനെ ഉറങ്ങാനായിട്ട് പുള്ളിയുടെ റൂമിലേക്ക് പോകും. ബെർലിൻ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഓപ്ഷൻ ഡയറക്ടറുടെ വൈഫ്, ഇവളുടെ പേരാണ് കമീലി, ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കാണാം. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവർ എഴുന്നേറ്റ് പുറത്തു പോയി ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. അപ്പോഴുതന്നെ ബെർലിന്റെ മനസ്സിൽ ഒരു സ്പാർക്ക് അടിക്കും. ബെർലിൻ അവരെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. കുറച്ചു നേരം അവർ അവിടെ ഇരുന്ന ശേഷം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഒരു പബ്ബിലോട്ട് കടന്നു ചെല്ലും. പിന്നാലെ ബെർലിൻ അവിടെ ഒരു പെൺകുട്ടി പാട്ട് പാടിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കെമീലിയുടെ ഫ്രണ്ടാണ്. അവൾ കെമീലിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. കെമീലി ആ ഫ്ലോറിൽ കയറി ഒരു പാട്ട് പാടും. ബെർലിൻ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. ആ പ്രോഗ്രാമിന് ശേഷം കെമീലിയും ഫ്രണ്ടും പുറത്തേക്ക്, അവരുടെ പിന്നാലെ ബെർലിനും. പക്ഷേ കെമീലിയും ഫ്രണ്ടും ബെർലിനെ കാണുന്നില്ല. കറക്കമെല്ലാം കഴിഞ്ഞ് കെമീലി നേരെ അവളുടെ റൂമിലേക്ക്, ബെർലിനും തിരിച്ച് അയാളുടെ റൂമിലെത്തും. അദ്ദേഹം സുഖമായി കിടന്നുറങ്ങും. കെമീലിയെ ബെർലിൻ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. അടുത്ത ദിവസം ആ ചർച്ചിൽ ബ്രൂസും കമേലിയും ആ ചാലിസ് കുഴിച്ചിടുകയാണ്. അപ്പോഴേക്കും ഡാമിയൻ, റോയ്, ക്യാമറോൺ അങ്ങോട്ടേക്ക് വരും. ഡാമിയൻ റോയിയോടും ക്യാമറോനോടും പറഞ്ഞു, നമ്മൾ ഡിഗ് ചെയ്യുന്ന സ്ഥലം മാർക്ക് ചെയ്തിടണം. ബെർലിൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ബെർലിൻ പതിവിലും അധികം സന്തോഷത്തിലായിരുന്നു. ഡാമിയൻ ബെർലിനോട് ചോദിച്ചു, ഇത്രയും താമസിച്ചത് എന്താണ്? ബെർലിൻ പറഞ്ഞു, കുറെ ദിവസത്തിന് ശേഷം ഞാനൊന്ന് സുഖമായി ഉറങ്ങി. ഇന്നലെ രാത്രി ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. അവളെ ഫോളോ ചെയ്ത് ഒരു പബ്ബിൽ പോയി. പിന്നെ അവള് കാണാതെ അവളുടെ പിന്നാലെ നടന്നു. ഡാമിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ വീണ്ടും വന്ന് സർവേലൻസ് റൂമിൽ നോക്കിയപ്പോൾ നിന്നെ അവിടെ കണ്ടില്ല. ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഓപ്ഷൻ ഡയറക്ടറുടെ വൈഫിനെയും കണ്ടില്ല. എനിക്ക് മനസ്സിലായി ആരാണ് ആ പെൺകുട്ടിയെന്ന്. അപ്പോഴേക്കും ഫാദർ അങ്ങോട്ടേക്ക് കടന്നു വരും. ഉടൻ തന്നെ റോയ് ആ സ്കാനർ എടുത്ത് സ്ക്രീനിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇനി പതിയെ കുഴിക്കണം. അവർ മെല്ലെ കുഴിച്ച് ആ ചാലിസ് പുറത്തെടുക്കും. എല്ലാവരുടെ മുഖത്തും ആശ്ചര്യം. ഫാദർ ഞെട്ടി നിൽക്കുകയാണ്. ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ഫാദറോട് ബെർലിൻ പറഞ്ഞു, മറ്റുള്ള സ്ഥലങ്ങളും കുഴിച്ചു നോക്കണം. 3-4 ആഴ്ച എന്തായാലും വേണ്ടിവരും. ആശ്ചര്യത്തിലും സന്തോഷത്തിലും ഫാദർ പറഞ്ഞു, ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ബെർലിൻ വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് ജോലി എളുപ്പമാക്കാനായിട്ട് കുറച്ചധികം മെഷീൻസും ടൂൾസും എല്ലാം വേണ്ടിവരും. ഫാദർ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടെ വാനും മറ്റും പാർക്ക് ചെയ്യാനായിട്ട് ഞാൻ മുന്നിൽ തന്നെ പാർക്കിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തു തരാം. സന്തോഷത്തോടെ ഫാദർ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അവിടെ വെച്ച് സീൻ കട്ടാം. ബെർലിനും റോയിയും ഒരു കാറിൽ. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കാര്യങ്ങൾ ബെർലിൻ റോയിയോട് പറഞ്ഞു. എന്നിട്ട് ആ പബ്ബ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ പബ്ബിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടുമുട്ടിയത്. പക്ഷേ അവൾ എന്നെ കണ്ടില്ല എന്ന് മാത്രം. അപ്പോഴേക്കും കമേലി ആ സ്ട്രീറ്റിലൂടെ നടന്ന് പബ്ബിലോട്ട് കയറും. ഇത് കണ്ട ഉടൻ തന്നെ ബെർലിൻ കാറിൽ നിന്ന് ഇറങ്ങി റോയിയോട് പറഞ്ഞു, 2 മിനിറ്റിനുള്ളിൽ നീ ആ പബ്ബിലേക്ക് കയറി വരണം. എന്നിട്ട് എന്റെ പഴയ ഒരു ഫ്രണ്ടായിട്ട് എന്നോട് സംസാരിക്കണം. റോയി ചിരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. ബെർലിൻ കയ്യിൽ ഒരു ബുക്കുമായിട്ടാണ് പബ്ബിലേക്ക് കയറിയത്. ബെർലിൻ നോക്കിയപ്പോൾ കമേലി
കാമേലി ബാർ കൗണ്ടർ മുന്നിൽ തന്നെ ഒരു ചെയറിലിരിക്കുകയാണ്. അതിനടുത്ത് തന്നെ ആ കൗണ്ടറിൽ ബുക്കും വെച്ച് ബെർലിൻ തന്റെ ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ട് കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ കാമലിയോട് ചോദിച്ചു, ഇന്നലെ നിങ്ങളല്ലേ ഇവിടെ പാട്ട് പാടിയത്? അവൾ ചിരിച്ചുകൊണ്ട് അതേ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പാട്ടിനെ കുറിച്ച് ബെർലിൻ ഒരുപാട് പ്രശംസിക്കും. അങ്ങനെ അവരുമായി സംസാരിക്കാൻ ഒരു സ്റ്റാർട്ടിങ് ബെർലിൻ തുടങ്ങി വെക്കും. കെമീല ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഇവിടെ? ബെർലിൻ പറഞ്ഞു, ഞാൻ എന്റെ ഒരു പഴയ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. റോയ് കുറച്ച് എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് കയറി വന്നിട്ട് ഹഗ് ചെയ്ത് ഉമ്മ കൊടുക്കും. ബെർലിൻ കാമിലയോട് ബൈയും പറഞ്ഞു തിരിഞ്ഞു നടക്കും. എന്നിട്ട് റോയിയോട് പറഞ്ഞു, ഒരുപാട് സ്പീഡിന് നടക്കണ്ട, പതുക്കെ നടന്നാൽ മതി. റോയും ബെർലിനും കുറച്ച് മാറി ഒരു ടേബിളിലിരിക്കും. റോയിയോട് ബെർലിൻ പറഞ്ഞു, അവള് തിരിച്ചു പോകുമ്പോൾ ചിരിക്കുവാണെങ്കിൽ എന്നെ അവക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേക്കും കാമിലി ബില്ലെല്ലാം സെറ്റ് ചെയ്ത് കൗണ്ടർ വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ബെർലിൻ പറഞ്ഞു, നീ എന്തെങ്കിലും എന്നോട് സംസാരിക്കും, നിന്റെ വീട്ടിലെ വിശേഷങ്ങളെ കുറിച്ച് എന്തെങ്കിലും. റോയ് അവിടെ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും കാമിലി ഇവരെ പാസ് ചെയ്തു. പക്ഷേ ബെർലിനെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. റോയ് ചോദിച്ചു, നമ്മുടെ പ്ലാന് എവിടെയാണ് പാളിയത്? ബെർലിൻ ഉടനെ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അവള് നമ്മളെ ഗേ കപ്പിളായിട്ടാണ് കണ്ടിരിക്കുന്നതെന്ന്. ബെർലിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതേസമയം ചർച്ചിൽ ഡാമിയനും പിള്ളേരും ആ ഭൂഗർഭ കല്ലറ ഓപ്പൺ ചെയ്ത് അതിനുള്ളിലേക്ക് കിടക്കും. കാമറോൺ പോണ പാത്ത് അറിയാനായിട്ട് ഗ്ലോ സ്റ്റിക്ക് പ്ലേസ് ചെയ്താണ് പോകുന്നത്. കല്ലറ ആയതിനാൽ അവിടെയും ഇവിടെയുമായി ഒരുപാട് അസ്ഥികൂടങ്ങൾ. എങ്കിലും ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി അതിലേ ഉണ്ട്. അവസാനം അവർ ആ ചുവർ കണ്ടെത്തും. ഡാമിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചുവരിൽ 27 ഡിഗ്രിയിൽ 14 മീറ്റർ ആഴത്തിൽ ഒരു ടണൽ ഉണ്ടാക്കണം. അതുവഴി പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ ഹൗസിന്റെ ബേസ്മെന്റിലുള്ള ലോക്കറിന്റെ ചുവരിന്റെ ഭാഗത്തെത്തും. ഇത് കേൾക്കേണ്ട താമസം ബ്രൂസ് പണി തുടങ്ങി. സർവൈലൻസ് റൂമിൽ റോയും ബെർലിനും. റോയ് ക്യാമറകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റോയ് ബെർലിനോട് പറഞ്ഞു, കെമീലയും ഓപ്ഷൻ ഡയറക്ടറും തമ്മിൽ വഴക്ക് കൂടുകയാണ്. ബെർലിൻ ഉടനെ വന്ന് ഹെഡ്ഫോൺസ് വെക്കും. കെമീലി ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഓപ്ഷൻ ഡയറക്ടർ പറഞ്ഞു, അതെ, പക്ഷെ നീ എന്നെ രാവിലെ ഓർമ്മിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ ബിസിനസ് മീറ്റിംഗ് വെച്ചു. ആ കാരണത്താലാണ് അവർ രണ്ടുപേരും വഴക്കായത്. കമേലി പറഞ്ഞു, നീ പൊക്കോളൂ, ഞാൻ ആ പ്രോഗ്രാമിന് തനിയെ പൊക്കോളാം. ഇത് കേട്ടുകൊണ്ടിരുന്ന ബെർലിന് ലഡുപൊട്ടി. ഉടൻ തന്നെ ബെർലിൻ വളരെ ആവേശത്തോടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി റൂമിലേക്ക് പോയി. റോയ് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ബെർലിൻ പറഞ്ഞു, ഇന്ന് അവക്കൊപ്പം ഞാനാണ് ആ പ്രോഗ്രാമിന് പോകാൻ പോകുന്നത്. അതേസമയം ചർച്ചിൽ ഫാദർ നേരെ ആ ഡിഗ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് ഡാമിയനോട് പറഞ്ഞു, നിങ്ങൾ റെസ്റ്റില്ലാതെ ജോലി ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാമിയൻ പറഞ്ഞു, അതിന്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. ഫാദർ തുടർന്നു, ഞാൻ അതിനു മാത്രമല്ല വന്നത്. ഈ ചാലിസ് കിട്ടിയ കാര്യം എന്തായാലും നിങ്ങളുടെ ഡീനിനെ അറിയിക്കണം. അതുകൊണ്ട് നാളെ ഈ ചാലിസുമായി ഞാൻ സ്പെയിനിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡാമിയൻ പറഞ്ഞു, എക്സ്കവേഷൻ ഡീറ്റെയിൽസ് നമ്മൾ വെളിയിൽ പറയാറില്ല. എന്തെങ്കിലും മുഖ്യമായതൊന്ന് കിട്ടാതെ നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. ഫാദർ പറഞ്ഞു, ഈ ചാലിസ് തന്നെ മുഖ്യമായ ഒന്നല്ലേ? എന്തായാലും എനിക്ക് ആ ചാലിസ് വേണം. നാളെ ഞാൻ സ്പെയിനിൽ പോയി നിങ്ങളുടെ ഡീനുമായി സംസാരിച്ച് ആ ചാലിസിന്റെ പഴക്കം പരിശോധിക്കണം. ഇത്രയും പറഞ്ഞ ശേഷം ഫാദർ പോയി ആ ചാലിസും എടുത്ത് ഫാദറിന്റെ കൂടെ വന്ന സിമ്പന്തി ഡാമിയനെ വരട്ടും. ഫാദറുടെ ചർച്ചാണ്, അതുകൊണ്ട് തന്നെ ഫാദർ പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ നിയമവും. അദ്ദേഹത്തിന് അത് സ്പെയിനിൽ കൊണ്ടുപോയി പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കുക തന്നെ ചെയ്യും. ഫാദർ ആ ചാലിസുമായിട്ട് അവിടെ നിന്ന് മടങ്ങും, കൂടെ ആ സിമ്പന്തിയും. പോകുന്ന വഴിക്ക് ഫാദർ പറഞ്ഞു, 8:30 എന്റെ ഫ്ലൈറ്റ്, ചെന്നിട്ട് വേണം എല്ലാം പാക്ക് ചെയ്യാൻ. ഡാമിയൻ ഉടൻ തന്നെ ബെർലിനെ വിളിക്കും. ഫാദർ ചാലിസ് കൊണ്ടുപോയ കഥ പറഞ്ഞു. സ്പെയിനിലെ യൂണിവേഴ്സിറ്റി ഡീനിനെ കാണിക്കാനായിട്ടാണ് പുള്ളി അത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഡീൻ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഫേക്കെന്ന് തെളിയും. അപ്പോൾ തന്നെ പോലീസ് നമ്മളെ തേടിയെത്തും. കോൾ കട്ട് ചെയ്തിട്ട് ബെർലിൻ പറഞ്ഞു, പല മാസത്തെ നമ്മുടെ പ്ലാനിങ് ആണ്, അത് ഒരു ഫാദറിന്റെ ഇടപെടൽ കൊണ്ട് നശിക്കാൻ പാടില്ല. ബെർലിൻ റോയിയോട് പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം റോയ്, ഒരിക്കലും നമ്മുടെ കൈവിട്ട് ആ ചാലിസ് പോകാൻ പാടില്ല. ആ ചാലിസ് തിരിച്ചു കിട്ടാനായിട്ട് നിനക്ക് എന്ത് വേണോ ചെയ്യാം. ഇത്രയും പറഞ്ഞിട്ട് ബെർലിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരും.